ഹലോ ഗേസ്, അപ്പോൾ വീഡിയോ കാണുന്ന ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നോ കേട്ടോ. അന്നേരം ഇന്ന് ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ചാളയും നല്ല ചൂരയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാളക്കകത്താന്ന് നിറയെ പരിഞ്ഞിലായിരുന്നു കേട്ടോ. നല്ല കുരുകുരായിരിക്കുന്ന പരിഞ്ഞിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം നമ്മൾ കൊല്ലംകാരാണെങ്കിൽ ഈ മീനിൻ്റെ മുട്ടയ്ക്ക് പരിഞ്ഞിൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അന്നേരം ഞാൻ മീൻ കണ്ടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കഴുകാൻ ഉപ്പെടുത്തില്ല എന്ന് ഓർത്തത്. അപ്പം ഞാൻ പറഞ്ഞ മക്കളെ അമ്മയ്ക്ക് പോയി ഓടിപ്പോയി ഉപ്പെടുത്തോണ്ട് താടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് ഓടിപ്പോയി എനിക്ക് ഉപ്പൊക്കെ എടുത്തുകൊണ്ട് തന്നെ. അങ്ങനെ ഞാൻ മീനൊക്കെ വേഗം കണ്ടിച്ച് സെറ്റ് ചെയ്ത് പരിഞ്ഞിലൊക്കെ തോരൻ വെക്കാൻ വേറെ മാറ്റി ചൂര കറക്കി ആക്കി. എന്നിട്ട് വേഗം ഞാൻ മറ്റേ എന്താ ചൂരയല്ലല്ലോ ചാള വറക്കാനായിട്ട് വേഗം റെഡിയാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ പൊടികളെല്ലാം എടുത്തുകൊണ്ട് തന്ന കുഞ്ഞാണേ. ഞാൻ കളറ് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. കാരണം ഫോണും പിടിച്ച് ഇതെല്ലാം എടുക്കാൻ പാടായതുകൊണ്ട് ആളെന്നോട് പറഞ്ഞു അമ്മ പറഞ്ഞാൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് എടുത്തു തന്നെയാണ് ഇതൊക്കെ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഞാൻ അന്നേരം ഇതിൻ്റെയൊക്കെ പേരും ആൾക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ എനിക്ക് ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇതുവഴി പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം മീനിൻ്റെ എല്ലാം വറക്കാനുള്ള എല്ലാം പുരട്ടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ ഇത്രയും മീൻ നമുക്കിപ്പോൾ വേണ്ടാമല്ലോ എന്ന്. പിന്നെ ഞാൻ 4 മീൻ എടുത്തിട്ട് ബാക്കി എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാരണം നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതിപ്പോൾ പുരട്ടിയിട്ടും തീരുന്നില്ലല്ലോ. ഇപ്പം തീരും കേട്ടോ. അങ്ങനെ വേഗം അത് 4 എടുത്ത് വറക്കാൻ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. കാരണം എന്താ വെച്ചാൽ ക്യാമറ ഒരു കയ്യെ പിടിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. അപ്പം ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചിട്ട് വേഗം അത് കറിക്കുള്ള ചാറെല്ലാം ആക്കി കേട്ടോ. എന്നിട്ട് തിളച്ച് വന്നപ്പോൾ മീനിടുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇത്. ഇന്ന് രാവിലെ ഉണ്ടല്ലോ അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചു ചക്ക വേണോ നിനക്കെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെച്ചാൽ ആദ്യം കരുതി പഴുത്ത ചക്കയായിരിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞു അല്ല പച്ച ചക്കയാ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടു തന്നെയാണ് ഈ ചക്ക. ഒരു ചക്ക മുഴുവനേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ ചക്കയൊന്നുമല്ല, കുഞ്ഞൻ ചക്കയായിരുന്നു. അകത്ത് കുഞ്ഞൻ ചുളകളായിരുന്നു. പക്ഷേ എങ്കിൽ മോക്ക് വലിയ ഇഷ്ടമാണ് ചക്ക. അപ്പം ഞാൻ വെച്ചു അരമുറി വറക്കാൻ എടുക്കാം, അരമുറി കറി വെക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം ഞങ്ങൾ രണ്ടും കൂടെ വെട്ടിപ്പറക്കി റെഡിയാക്കി എടുത്തേ. അപ്പോൾ അത് താഴെ പോയി എൻ്റെ സങ്കടമാണ് ആ മുഖത്ത് കണ്ടത്. എടുക്കണ്ടെന്ന് പറഞ്ഞു, പട്ടി വല്ലതും കയറുന്നതാണെങ്കിലും എന്ന് വിചാരിച്ചിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞ എൻ്റെ സങ്കടമാണ് ആ മുഖത്ത് കണ്ടത്. എന്നിട്ട് ഞാൻ വേഗം ചക്കയൊക്കെ നുള്ളിപ്പറക്കി അരിഞ്ഞെടുത്ത് കഴുകി വേവിക്കാനായിട്ട് പാത്രത്തിലാക്കി കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ മീൻകറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ചക്ക വേവിക്കാനുള്ള പരിപാടിയായി. കാരണം 3:30 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതെല്ലാം വേവിച്ച് വന്നപ്പോഴത്തേക്കും. അപ്പം ആൾക്ക് വിശന്നാലോന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം വെന്ത് ചേർന്ന് നല്ല ചൂട് ചോറും ചക്കയും മീൻകറിയും ചാള വറുത്തതും എല്ലാം കിട്ടി ആളുടെ ദേഹമൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്ന് ഞാൻ വാരി കൊടുത്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.